ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഞാൻ ജയിലിലുണ്ട്. 5 വർഷം ജയിലിൽ തിരുനെല്ലി ദൃശ്യലേരി കേസിൽ ഞങ്ങൾ ജയിലിലായിരുന്നു. 70 മുതൽ 75 അടിയന്തരാവസ്ഥ. ആ സമയത്ത് ഞങ്ങളെ കോടതി വെറുതെ വിട്ടു. അപ്പം പോലീസ് അവിടെ നിന്ന് തന്നെ കോടതി വളപ്പം തന്നെ ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ഞങ്ങൾ 27 ആൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും DIR ആദ്യം വെച്ചു. 2 മാസം കഴിഞ്ഞിട്ട് മിസ്സാക്കി. ആ അതിൽ പിന്നീട് 2 വർഷത്തിലധികം പിന്നെ മിസ്സിലായി. 2 കൂടി ഞാൻ 7 കൊല്ലവും 2 മാസമാണ് ജയിലിൽ കിടന്നത്. ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ജയിലിലാണ് ഏറ്റവും അധികം ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരതകൾ മുഴുവൻ പ്രത്യക്ഷപ്പെട്ടത്. അതിലെ 2 അനുഭവങ്ങൾ. മറ്റേത് എല്ലാം കൂടി പറയുന്നത്, ഞങ്ങൾ 170ഓളം മാവോയിസ്റ്റ് ആശയഗതിക്കാർ ഉണ്ടായിരുന്നു. അവരെല്ലാം വന്നത് ഈ തൈസ് മുഴുവൻ ചുവന്ന് കല്ലിച്ചു കൊണ്ടാണ്. എല്ലാവരും ഉരുട്ടി. അതിൽ വളരെ കുറച്ച് ആൾക്കാരെ രക്ഷപ്പെട്ടുള്ളൂ. ഉരുട്ടൽക്കാണ്. അതിൽ ഇവരുടെ ഉരുട്ടലിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക്, ഏറ്റവും ഭീകരമായതും ദയനീയമായതില്ല. അതായത് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലുള്ള ഒരു സഹോദരൻ, അയാളെ ഇവർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ആശയഗതി ഉണ്ട് എന്നുള്ളതല്ലാണ്ട് അയാൾ ഒരു പ്രവർത്തനത്തിനും ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ പണിക്ക് പോവും, ജീവിക്കുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തപ്പം അയാൾ അടി കൊണ്ടപ്പം അയാൾക്ക് ചൂടായി. അയാൾ ഒരടി SIക്ക് തിരിച്ചു കൊടുത്തു. ഇതാണ് പ്രശ്നം. ആ ഭീകരത ഇവർ ചെയ്യാനുള്ള. അങ്ങനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഉരുട്ടി ബെഞ്ചിന് കെട്ടി ഉരുട്ടാൻ തുടങ്ങി. ഉരുട്ടി ഇയാളുടെ കാല് മുഴുവൻ കല്ലിച്ചു ചുവന്നു. പിന്നെയും അതിൻ്റെ മുകളിൽ ഉരുട്ടി. ദിവസവും ഉരുട്ട്. ഏറെക്കുറെ 1 മാസത്തോളം. ആ കാല് പിന്നീട് പഴുത്തതിന് ശേഷവും ഇവർ ഉരുട്ടി. ആ ഉരുട്ടലിൽ പിന്നെ ഇവരുടെ കയ്യിൻ്റെ മുകളിൽ ഉരുട്ടുന്ന ചെറിയൊരു ഒലക്കയാണ് ഇരുമ്പിൻ്റെ, അതിന്ന് ചലായി. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തുടക്ക് പഞ്ഞി വെച്ച് ഉരുട്ടി. പഞ്ഞിൻ്റെ മേലെ ചലാവുന്നെങ്കിൽ ചെയ്ത്. അതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ തുടയുടെ ഇറച്ചി മുറിഞ്ഞിട്ട് താഴോട്ടേക്ക് തൂങ്ങിപ്പോയി. എല്ല് മാത്രം ഇങ്ങനെ കാണുക. അത് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ? അയാൾ എന്തുകൊണ്ട് മരിച്ചില്ല എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത്. ഞാൻ അയാളോട് ചോദിച്ചു, ഈ വേദന എങ്ങനെ നിങ്ങൾ സഹിച്ചു? വാസ്തവട്ട ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവർ ദിവസവും രാവിലെ വരുന്നു, ഒരു ദിനചര്യ പോലെ എന്നെ കൊണ്ടുപോയി ബെഞ്ചിന് കെട്ടുന്നു, ഇവർ ചെയ്യുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സഹിക്കുന്നു, കുറേ നിലവിളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് പിന്നീട് ഞാൻ ഇയാളെ കാണുന്നത് ജയിലിലേക്ക് ഇയാളെ കൊണ്ടുവരണം. ജയിലിലേക്ക് കൊണ്ടുവരുന്നേരം ഒരു മനുഷ്യനെ, തടവുകാരനെ കൊണ്ടുവരുന്നേരം വാർഡന്മാർ പിന്നെ കൈ പിടിച്ചിട്ട് കൊണ്ടുവരിക എന്നല്ലാണ്ട് താങ്ങി പിടിച്ച് കൊണ്ടുവരണം. അപ്പം ഞാൻ നമ്മുടെ ഏതെങ്കിലും സാക്കൾ വന്നാലേ എനിക്ക് വിവരം അറിയാൻ പറ്റുള്ളൂ. ഒരു 12 മണിക്കൂർ ഇനിയും തുറന്നു വിടണം. പക്ഷേ ഇന്നെ തുറന്നു വിടില്ല. 24 മണിക്കൂർ അടച്ചിടുകയാണ്. അപ്പം മറ്റ് സാക്കൾ ആരെങ്കിലും വന്നെങ്കിലേ എനിക്ക് വിവരം അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സഹോദരൻ 1 മണിക്കൂറിൻ്റെ ഇടയിൽ വന്നു. അയാളോട് ഞാൻ ചോദിച്ചു, എന്താണിത് കാര്യം ചോദിച്ചു. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, വാസോട്ട ഇങ്ങനെയൊരു പൈശാചികത്വം കാണാൻ പറ്റിയില്ല. ഇവർ ആ മനുഷ്യൻ്റെ കാലിൻ്റെ തോട മുഴുവൻ ഇറച്ചി താഴോട്ടേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉരുട്ടിയിട്ട് ആ എല്ല് മുഴുവൻ ഇങ്ങോട്ടേക്ക് കാണുകയാണ്. അവിടെ ഈ ഗ്ലേസിംഗ് പേപ്പറില്ലേ അടിയിലേക്കെല്ലാം കാണുന്നത്, അതുമാതിരി ഇവർ 2 മാസം പിന്നെ ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ചിട്ടാണ് ഇത് ഉണങ്ങിയത്. അല്ലെങ്കിൽ ജയിലിലെടുക്കില്ല. ഈ മുറിവായിട്ട് വന്നിട്ടാണെന്ന് വെച്ചാൽ ജയിലിലെടുക്കില്ല. അതിന് വേണ്ടിയിട്ട്
ഡോക്ടർമാർ വെച്ച് ചികിത്സിച്ച് എന്നിട്ടിത് ഉണക്കിയതിന് ശേഷം അവിടെ ഞാൻ കാണുന്ന സമയത്ത് എന്താ സ്ഥിതി എന്നറിയാം, ആ ഗ്ലൈസിൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടുള്ള അത് പല സ്ഥലത്തും ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു, ചക്ക വീഴുന്നില്ല. അങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, ഇവിടുത്തെ മസിൽ മുഴുവൻ ഇവിടെ താഴെ തൂങ്ങിക്കിടക്കുന്നു. ഈ രീതിയിൽ ആണ് ഒരു 6-7 ദിവസം ഞങ്ങൾ അയാളെ ഞങ്ങളുടെ എണ്ണ ആഴ്ചയിൽ 2 ഔൺസ് ഉണ്ട്, അത് 1 ഔൺസ് എല്ലാവരും എടുത്തിട്ട് കാച്ചി ഇയാളെ നമ്മുടെ സഹാക്കൾ ഒഴിഞ്ഞു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് അയാൾ എണീറ്റിരുന്ന് സ്വന്തം അവിടെ ജയിലിൻ്റെ വാതിൽ പിടിച്ച് നിൽക്കാൻ തുടങ്ങി, മറ്റേ സെല്ലിൻ്റെ. 1 മാസം ഇങ്ങനെ ഒഴിഞ്ഞു. അങ്ങനെയാണ് ആ മനുഷ്യൻ നടന്നത്. അന്നതിന് ശേഷം അയാൾ എൻ്റെ വാതിലിൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് ഇതൊക്കെ കാണിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ അയാളോട് ചോദിച്ചത് എങ്ങനെ സഹിച്ചു എന്ന്. അതെ, ഞങ്ങൾ വളഞ്ഞു പിടിച്ചു. ജയിലിൽ നിന്ന് കോടതി വിട്ട പാട് തലശ്ശേരി കോടതി കംപ്ലീറ്റ് കോമ്പൗണ്ട് മുഴുവൻ അവർ വളഞ്ഞു. എന്നിട്ട് കോടതിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ പാട് തന്നെ ഓരോരുത്തരെയായിട്ട് പിടിച്ചു. അങ്ങനെയാണ് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇതൊക്കെ. ഈ 170 സഹാക്കളെയും ഉരുട്ടിയ ചിത്രം അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത്. ഇനി വേറൊരു ഇതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന മുതൽ ഭക്ഷണം തെറ്റിയപ്പോൾ ചൂടുവെള്ളം കുടിക്കുള്ള അങ്ങനെയൊക്കെയാണ് എൻ്റെ ശീലം. ഭക്ഷണം തെറ്റിയപ്പം ചോരയും കഫും കാറ്റുന്നു വന്നു, മാറുന്നില്ല. ഏറെക്കുറെ ഈ സംഭവത്തിൻ്റെ സമയത്ത് ഞാൻ ഏറെക്കുറെ 5 വർഷക്കാലം ജയിലിലാണ്. ഈ സമയം അത്രയും എനിക്കിതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു തവണ വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, 4-5 ദിവസം എമറ്റിൻ ഇഞ്ചക്ഷൻ ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോഴാണ് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഒരു വ്യക്തിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ പ്രത്യേക റൂമുണ്ട് ഡച്ച് ന്യൂസിന്, അവിടേക്ക് കൊണ്ടുവന്നു. അവിടേക്ക് കൊണ്ടുവരുന്ന നേരം ഈ ചെറുപ്പക്കാരൻ, ഒരു 10-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അങ്ങനെ ഒരുവിധം നിലവിളിച്ചും കൊണ്ട് അയാൾ പറഞ്ഞു, വാസോട്ട ഞാൻ മരിക്കുകയാണ് വാസോട്ട, നിങ്ങളെൻ്റെ വയറൊന്ന് ഒഴിയുന്നു. അങ്ങനെ വാർഡർമാർ പോയി ഇയാളെ അവിടെ ബെഡിൽ കിടത്തി ഇങ്ങനെ മലവും മൂത്രവും ഇങ്ങനെ ഒന്നിച്ചു പോവുക. ആ മനുഷ്യനെ ഒഴിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് സമയം നിന്നു. പിന്നെ അയാൾ കൈയെടുക്കാൻ പറ്റില്ല, കൈയെടുക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല. വാസോട്ട ഞാൻ മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ അയാളെ കൂടെ കിടക്കുന്നത് ഈ മലത്തിൽ, ഇത് മലവും മൂത്രവും കൂടി ചേർന്നിട്ടുള്ള ഈ ക്ലോത്തിൻ്റെ മേത് പൊങ്ങിക്കിടക്കുന്ന അതിൽ. അങ്ങനെ ഞാൻ 3-4 മണിക്കൂർ അങ്ങനെ കിടന്നു. കൈ എടുത്തിരിക്കാൻ ചില ഇയാളറിയും. ആ രീതിയിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പം ഇയാളൊന്നും മയങ്ങി. അപ്പോഴേ ഞാൻ എണീറ്റ് എൻ്റെ ജയിൽ ഡ്രസ്സാണ്, സ്പെയർ എടുത്തിരുന്നു, ഇതെല്ലാം അഴിച്ചിട്ട് ഉറങ്ങി. 5 മണിക്ക് മറ്റ് തടവുകാരനോട് പറഞ്ഞു, അവിടെ ഞങ്ങളെ കൂടെയല്ല, 5 മണിക്ക് ചാലി, അന്നത്തെ DSP മറ്റാണ് ഏതോ ജില്ലയിൽ, അദ്ദേഹം നേരിട്ട് വന്ന് വിവരം അറിഞ്ഞിട്ട്, ഇയാളൊരു ചാലിയാണ്, തോമസ് ചാലി എന്നിട്ടാണ് ഇയാളുടെ പേര്. മറ്റേ RECയിലെ സ്റ്റുഡൻ്റാണ്. രാജൻ്റെ കൂടെ ഇയാളെയും ഉരുട്ടിയതാണ്. രാജൻ മരിച്ചു, ഇയാൾ ജീവൻ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഏത് നിമിഷവും അവിടെ വന്നപ്പോൾ മരിക്കും. അങ്ങനെ ഈ മനുഷ്യനെയാണ്. അപ്പം 5 മണിക്ക് അയാൾ വന്നിട്ട് സൂപ്രണ്ടിനെ കണ്ട് അയാളെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 2 ആഴ്ച അയാൾ സീരിയസ് ബോർഡിലായിരുന്നു. ജീവൻ കിട്ടി. പിന്നെ അയാളെ ഞാൻ കണ്ടിട്ടില്ല. ഈ 2 സംഭവം തന്നെ അടിയന്തരാവസ്ഥനെ സംബന്ധിച്ച എൻ്റെ ഭീകര സ്വപ്നങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും. അത് അടിയന്തരാവസ്ഥയിൽ അവരെ ഭീകരത, പിന്നെ ഭീകരത അതിൻ്റെ അപ്പുറം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ എനിക്ക് അത്ര പേടിയില്ല ഒന്നിനും.